ശാസ്ത്രലോകത്തെ വളരെ രസകരമായ ഒരു വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരി, നമുക്കിതിലേക്ക് നേരിട്ട് കടക്കാം. നമ്മൾ എപ്പോഴും ഒരു കാര്യം അളക്കുമ്പോൾ അതിന്റെ കൃത്യത എങ്ങനെ രേഖപ്പെടുത്താമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്പറുകൾ വെറുതെ അങ്ങ് എഴുതിയാൽ മതിയോ? പോരാ, അതിനും ചില വ്യാകരണ നിയമങ്ങളുണ്ട്. ആ കൃത്യതയുടെ വ്യാകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നാം സ്വയം ചോദിക്കാൻ മറന്നുപോകുന്ന ഒരു പ്രധാന ചോദ്യമാണിത്. ഏതെങ്കിലും അളവ് പൂർണ്ണമായും കൃത്യമാണോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലോ ഭാരം നോക്കുന്ന മെഷീനോ കാണിക്കുന്ന നമ്പറുകൾ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാറാണ് പതിവ്. എന്നാൽ സത്യം അതല്ല കേട്ടോ. ഈ പൂർണ്ണമായ കൃത്യത എന്നത് വെറുമൊരു മിഥ്യയാണ്. ശാസ്ത്രത്തിൽ നിങ്ങൾ എന്തളന്നാലും അതിൽ ചെറിയ തോതിലെങ്കിലും ഒരു പിഴവോ അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വമോ ഉറപ്പായും ഉണ്ടാകും. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പരിമിതി കൊണ്ടാകാം. അപ്പോ പിന്നെ നമ്മൾ അളന്ന കാര്യങ്ങൾ എങ്ങനെ സത്യസന്ധമായി ലോകത്തോട് പറയും? ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്നത്തെ നമ്മുടെ സിലബസ് ഇതാണ്. ഒന്നാമതായി അളവുകളിലെ തെറ്റുകൾ, പിന്നെ സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ, പൂജ്യത്തിന്റെ ചില പ്രത്യേക നിയമങ്ങൾ, സയന്റിഫിക് നൊട്ടേഷൻ, ഒടുവിൽ ഇവ വെച്ച് എങ്ങനെ കണക്കുകൾ ചെയ്യാം എന്നിവ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. അളവുകളിലെ തെറ്റുകളുടെ യാഥാർത്ഥ്യം. നമ്മളൊരു അളവ് രേഖപ്പെടുത്തുമ്പോൾ ആ ഉപകരണത്തിന്റെ കൃത്യത എത്രത്തോളമുണ്ടെന്ന് സത്യസന്ധമായി വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നമ്മളൊരു ലഘു പെൻഡുലത്തിന്റെ സമയം അളന്നപ്പോൾ 1.62 സെക്കൻഡ് എന്ന് കിട്ടിയെന്ന് കരുതുക. ഇതിലെ 1, 6 എന്നീ അക്കങ്ങൾ നമ്മുടെ ഉറപ്പുള്ള വിശ്വസനീയമായ അടിസ്ഥാനമാണ്. കാരണം ആ ഉപകരണത്തിന് അത്രയും കൃത്യതയുണ്ട്. എന്നാൽ അവസാനം കാണുന്ന ആ 2 എന്ന അക്കമുണ്ടല്ലോ, അതൊരു അനിശ്ചിതമായ സംഖ്യയാണ്. ഒരു വൈൽഡ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കൃത്യമായി 2 തന്നെ ആകണമെന്നില്ല, അതിൽ ചെറിയ മാറ്റങ്ങൾ വരാം. അപ്പോൾ 1.62 എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഉപകരണത്തിന്റെ പരിമിതി കൂടി നമ്മളതിൽ സത്യസന്ധമായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഉറപ്പുള്ളതും അല്ലാത്തതുമായ അക്കങ്ങളെ ഒരുമിച്ച് ചേർത്ത് ശാസ്ത്രജ്ഞർ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ. അതായത് വിശ്വസനീയമായ എല്ലാ അക്കങ്ങളും ഒപ്പം അനിശ്ചിതമായ ആദ്യത്തെ അക്കവും ചേർന്നതാണിവ. നമ്മൾ അളന്നതിനേക്കാൾ കൂടുതൽ അക്കങ്ങൾ വെറുതെ കൂട്ടിയെഴുതുന്നത് തികച്ചും തെറ്റിദ്ധാരണജനകമാണ് കേട്ടോ. ഉപകരണത്തിനില്ലാത്ത കൃത്യത നമ്മൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വളരെ ലളിതമായ ചില അടിസ്ഥാന നിയമങ്ങളുണ്ട്. 1 മുതൽ 9 വരെയുള്ള, അതായത് പൂജ്യമല്ലാത്ത എല്ലാ അക്കങ്ങളും എപ്പോഴും സിഗ്നിഫിക്കന്റാണ്. രണ്ടാമത്തെ നിയമം നോക്കൂ. 2 അക്കങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോകുന്ന പൂജ്യങ്ങൾ എപ്പോഴും പരിഗണിക്കപ്പെടും. ദശാംശബിന്ദു എവിടെയാണെങ്കിലും അതിൽ യാതൊരു മാറ്റവുമില്ല. വളരെ എളുപ്പമാണ് അല്ലേ? ശരി, ഇനി നമ്മുടെ വിശകലനത്തിലെ ഏറ്റവും തന്ത്രശാലിയായ കഥാപാത്രത്തെ പരിചയപ്പെടാം. മൂന്നാമത്തെ ഭാഗം, പൂജ്യത്തിന്റെ നിയമങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ? പൂജ്യത്തിന്റെ സ്വഭാവം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്നതാണ്. ഉദാഹരണത്തിന് 0.002308 എന്ന സംഖ്യ നോക്കൂ. ദശാംശബിന്ദുവിന് ശേഷവും എന്നാൽ ആദ്യത്തെ അക്കത്തിന് മുൻപും വരുന്ന പൂജ്യങ്ങൾ വെറും കാഴ്ചക്കാർ മാത്രമാണ്. അവ ആ അളവിന് ഒരു കൃത്യതയും നൽകുന്നില്ല. അവ വെറും പ്ലേസ് ഹോൾഡറുകൾ മാത്രമാണ്. അതുകൊണ്ട് അവ സിഗ്നിഫിക്കന്റ് അല്ല. ഈ സംഖ്യയിലാകെ 4 സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ മാത്രമേയുള്ളൂ. ഇനി ദശാംശമില്ലാത്ത സംഖ്യകളുടെ കാര്യം ഇതിലും രസകരമാണ്. 123 മീറ്റർ എന്ന് പറയുന്നത് 123,000 സെന്റിമീറ്ററിന് തുല്യമാണല്ലോ. യൂണിറ്റ് മാറ്റിയതുകൊണ്ട് മാത്രം നമ്മുടെ ഉപകരണത്തിന്റെ കൃത്യത പെട്ടെന്ന് വർദ്ധിക്കില്ലല്ലോ. അതുകൊണ്ട് 123,000 എന്നതിലെ അവസാനത്തെ 2 പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല. അവ അവിടെ നിൽക്കുന്നത് വെറുതെ ആ യൂണിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ 2ലും 3 സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു ദശാംശബിന്ദുവിന് ഈ പൂജ്യത്തിന്റെ തലവര തന്നെ മാറ്റാൻ കഴിയും. 3.50 അല്ലെങ്കിൽ 0.069000 എന്നീ സംഖ്യകളിൽ ദശാംശമുണ്ട്. അവിടെ സംഖ്യയുടെ അവസാനം വരുന്ന പൂജ്യങ്ങൾ വെറും പ്ലേസ് ഹോൾഡറുകളല്ല കേട്ടോ, അവ കൃത്യതയുടെ അടയാളങ്ങളാണ്. ആ പൂജ്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഉപകരണത്തിന് അത്രയും സൂക്ഷ്മമായി അളക്കാൻ കഴിയുമെന്നാണ് അതിനർത്ഥം. അതിനാൽ ആ പൂജ്യങ്ങൾ പൂർണ്ണമായും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ എങ്ങനെ മാറ്റാം? അതിനുള്ള പരിഹാരമാണ് നമ്മുടെ നാലാമത്തെ ഭാഗം, സയന്റിഫിക് നൊട്ടേഷൻ. യൂണിറ്റുകൾ മാറുമ്പോഴാണ് ശരിക്കും ഈ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ഇവിടെ ഈ ആശയക്കുഴപ്പത്തിന്റെ കെണിയൊന്നു നോക്കൂ. നമ്മൾ 4.700 മീറ്റർ എന്ന് എഴുതുന്നു. ദശാംശമുള്ളതുകൊണ്ട് ഇതിൽ അവസാനത്തെ 2 പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റാണ്, അതായത് ആകെ 4 ഫിഗറുകൾ.
എന്നാൽ ഇത് മില്ലിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 4700 എന്നാകുന്നു. പെട്ടെന്ന് ദശാംശമില്ലാതായി. അപ്പോൾ നിയമപ്രകാരം ഇതിൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. നമ്മുടെ യഥാർത്ഥ കൃത്യത എവിടെയോ മറഞ്ഞുപോയല്ലേ? ഈ കെണിയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ എത്തുന്ന ഹീറോയാണ് സയന്റിഫിക് നൊട്ടേഷൻ. ഇതിൽ ഒരു സംഖ്യയെ നമ്മൾ a×10 b കൊണ്ട് കൃതിയാക്കുന്ന രൂപത്തിൽ എഴുതുന്നു. ഇതിൽ അടിസ്ഥാന സംഖ്യ 1ലും 10ലും ഇടയിലായിരിക്കും, മറ്റേത് 10ന്റെ പവറും. ഇത് എല്ലാ പ്രശ്നങ്ങളും അപ്പത്തന്നെ ഇല്ലാതാക്കും. ഇതെത്ര മനോഹരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കൂ. നമ്മൾ നേരത്തെ കണ്ട 4700 മില്ലിമീറ്ററിന് ഈ രീതിയിൽ എഴുതുമ്പോൾ 10ന്റെ പവറിന് സിഗ്നിഫിക്കന്റ് ഫിഗറുകളുമായി യാതൊരു ബന്ധവുമില്ലാതെ വരും. നമ്മുടെ അടിസ്ഥാന സംഖ്യയായ 4.700ലെ 4 അക്കങ്ങൾ കൃത്യമായി ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യൂണിറ്റ് എത്ര മാറിയാലും നമ്മുടെ യഥാർത്ഥ കൃത്യത സുരക്ഷിതമാണ്. അവസാനമായി 5ാമത്തെ ഭാഗം, സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ ഉപയോഗിച്ച് എങ്ങനെ കണക്കുകൾ ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ അളവുകളെടുത്തു, ഫിഗറുകൾ കണ്ടുപിടിച്ചു. ഇനി ഇവ വച്ച് കണക്കുകൾ ചെയ്യുമ്പോൾ ഇല്ലാത്തൊരു കൃത്യത നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. ഗുണനവും ഹരണവും ചെയ്യുമ്പോൾ നമ്മളെടുത്ത അളവുകളിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ ഏതിനാണോ ഉള്ളത് അത്രയും ഫിഗറുകൾ മാത്രമേ ഉത്തരത്തിലും പാടുള്ളൂ. ഉദാഹരണത്തിൽ 2.51ന് 3 ഫിഗറുകളാണുള്ളത്. അതിനാൽ ഉത്തരത്തിലും 3 ഫിഗറുകളെ പാടുള്ളൂ. എന്നാൽ കൂട്ടലും കുറയ്ക്കലും ചെയ്യുമ്പോൾ നിയമം പാടെ മാറും. അവിടെ മൊത്തം ഫിഗറുകളല്ല, മറിച്ച് ദശാംശസ്ഥാനങ്ങളാണ് നോക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞ ദശാംശസ്ഥാനമുള്ള അളവിനെ അടിസ്ഥാനമാക്കിയാണ് ഉത്തരം റൗണ്ട് ചെയ്യേണ്ടത്. നമ്മൾ റൗണ്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അവസാനത്തെ അക്കം 5നേക്കാൾ കൂടുതലാണെങ്കിൽ മുൻപുള്ള അക്കത്തോട് 1 കൂട്ടും, കുറവാണെങ്കിൽ അതുപോലെ നിർത്തും. എന്നാൽ കൃത്യം 5 വരുന്നതെങ്കിലോ? അവിടെയാണ് ശാസ്ത്രജ്ഞരുപയോഗിക്കുന്ന കൗതുകകരമായ ആ ഒറ്റ ഇരട്ട നിയമം വരുന്നത്. 5ന് തൊട്ട് മുൻപുള്ള അക്കം ഇരട്ടസംഖ്യയാണെങ്കിൽ വെറുതെ 5നെ അങ്ങ് ഒഴിവാക്കുക. എന്നാൽ മുൻപുള്ള അക്കം ഒറ്റ സംഖ്യയാണെങ്കിൽ അതിനോടൊന്ന് കൂട്ടി അതിനെയും ഇരട്ടസംഖ്യയാക്കുക. അങ്ങനെ നമ്മൾ യാതൊരു പക്ഷപാതവുമില്ലാതെ സംഖ്യകളെ റൗണ്ട് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു ചെറിയ കണക്ക് ചെയ്യുമ്പോൾ ആധുനിക ഡിജിറ്റൽ കാൽക്കുലേറ്ററുകൾ 11 ദശാംശ സ്ഥാനങ്ങൾ വരെയുള്ള വലിയൊരുത്തരം തരും. ശരിക്കും ഈ ഉപകരണങ്ങൾക്ക് അത്രയും കൃത്യതയുണ്ടോ? ഇല്ല. അത് വെറുമൊരു ഗണിതശാസ്ത്ര മിഥ്യ മാത്രമാണ്. ഡിജിറ്റൽ ലോകം കാണിക്കുന്ന ഓരോ നമ്പറിലെയും യഥാർത്ഥ കൃത്യത എന്താണെന്ന് ചോദിക്കാൻ ഇനി നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എപ്പോഴും ഡേറ്റയ്ക്ക് പിന്നിലെ ആ സത്യസന്ധമായ കൃത്യത കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു രസകരമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.